ലോകത്തെ കുറിച്ച് എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊരു കുട്ടി 10ാം ക്ലാസ് പാസ്സായത് കൊണ്ടോ അല്ലെങ്കിൽ BA എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ BB എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ MB എടുത്തതുകൊണ്ടോ ആ കുട്ടി എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്ന് ഒരിക്കലും നമുക്ക് തെറ്റിദ്ധരിക്കുന്നു. ആ കുട്ടി പഠിച്ച കാര്യങ്ങൾ BBA അല്ലെങ്കിൽ MBA വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു ഡോക്ടർ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടറാണ് ഈ ലോകത്ത് എല്ലാം എന്ന് തെറ്റിദ്ധരിച്ചാൽ there is a problem. പക്ഷേ ആ ഡോക്ടർ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും വർഷം കൊണ്ട് ഈ MBBS ഡിഗ്രിയുള്ള കാര്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യാനും അതിനൊന്നും ഒരിക്കലും വയലേറ്റ് ചെയ്യാതെ ബൗണ്ടറി വിടാതെ അത് മാത്രം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസും പിന്നെ എഗ്രിമെന്റാണ് MBBS എന്ന് പറയുന്നത്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഡോക്ടർ ഈസ് എവരിതിങ്. അപ്പൊ നമ്മുടെ കുട്ടി കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആവരുത് എന്റെ കുട്ടി എല്ലാം അറിയും. സ്റ്റിൽ ദർ ഇസ് എ ബിഗ്ഗർ വേൾഡ് ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സ്പീരിയൻസ് ആണ് ദ ബിഗ്ഗസ്റ്റ് ടീച്ചർ. യു ഹാവ് ടു അസോസിയേറ്റ് വിത്ത് സംബഡി ദ ഹാവ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കട തുടങ്ങണം എന്ന് പറയുമ്പോൾ ഡിഗ്രി എടുത്തൊരു കുട്ടിക്ക് പെട്ടെന്ന് അതിന് പറ്റിയൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ബട്ട് ഡസന്റ് വർക്ക് പ്രോപ്പർലി. ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെടുത്ത് പോയി നിങ്ങൾ അത് പഠിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഗുജറാത്തിലുള്ള ഏറ്റവും വലിയ ഒരു രത്ന വ്യാപാരി, അദ്ദേഹത്തിന്റെ മകന് സൗത്ത് ഇന്ത്യയിലേക്ക് പഠിക്കാൻ പറഞ്ഞു വെച്ചു, ബിസിനസ് പഠിക്കാൻ പറഞ്ഞു വെച്ചു. ആ കുട്ടി ഒരു ഹോട്ടലിൽ വന്നിട്ട് സപ്ലയർ ആയിട്ട് പ്ലേറ്റ് എത്രയോ വർഷം പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. അങ്ങനെ കഴുകി കുറെ കാലം കഴിഞ്ഞിട്ട് ആ ബിസിനസിനെ കുറിച്ച് എല്ലാം പഠിച്ച ശേഷം ആ കുട്ടി പറഞ്ഞു, ഞാൻ ഗുജറാത്തിലെ ഇന്ന ആളുടെ മകനാണ്, ഞാൻ ബിസിനസ് മാനേജ്മെന്റ് ഹോട്ടലിൽ എങ്ങനെ ചെയ്ത് വിജയിപ്പിക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ലെവലിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ പാത്രം കഴുകാൻ വന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ ബെഞ്ച് ക്ലീൻ ചെയ്യാൻ വന്ന ആളായിരുന്നു. ഐ വാസ് എ സ്റ്റുഡന്റ് ഹിയർ. നമ്മുടെ എത്ര പാരന്റ്സിന് നമ്മുടെ കുട്ടികളെ അങ്ങനെ ഓരോന്ന് പഠിക്കാൻ പറഞ്ഞേക്കാൻ കഴിയും? Can you imagine? I am asking first myself. നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളോ പഠിച്ചത് കൊണ്ട് നമ്മളെ പറയാം എന്റെ MBA ഉണ്ട് അല്ലെങ്കിൽ ഞാൻ BA BCom പഠിച്ചിട്ടുണ്ട്, ബട്ട് അതല്ലാതെ നിങ്ങൾ ഇന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഒരു ജോലിക്ക് ഒരു കുട്ടി ചെല്ലുമ്പോ അവൻ ആദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇന്ന് എനിക്ക് എന്താ പഠിക്കാൻ പറ്റും? അഡ്മിൻ ടൈം കട്ട് ചെയ്യുമ്പോ എന്നോട് പറയണട്ടോ, ബിക്കോസ് ഐ വിൽ ഗോ ലെങ്തി. ഐ ഡോണ്ട് നോ അഡ്മിൻ. ഓക്കെ, now ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കും, why the students misbehave? ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് അവർ മിസ്ബിഹേവ് ചെയ്യുന്നു ഒന്നുകൂടി നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം, മനസ്സിലാക്കാം. ഈ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം പല കാലഘട്ടങ്ങളിലൂടെ, പല ഏജിലൂടെ, പല സ്വഭാവ രൂപീകരണത്തിലൂടെ, പല ഫാമിലി സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ എന്ന് പറയുന്ന സ്വഭാവ സവിശേഷത. അതിൽ അവൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളുടെ ഔട്ട്പുട്ടാണ് മിസ്ബിഹേവിയർ. ഒരു മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആളുകൾ, കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് അവർക്ക് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അവർക്ക് അറ്റൻഷൻ കിട്ടും. അത് അവരിൽ എന്ത് ചെയ്യും? പെൺകുട്ടികളാണെങ്കിൽ നന്നായി ഡ്രസ്സ് ചെയ്യും, നന്നായി മുടി കെട്ടി നല്ല ഭംഗിയിൽ പോകും. ആൺകുട്ടികളാണെങ്കിൽ ബൈക്ക് ഉപയോഗിക്കാൻ ചോദിക്കും. ഇനി ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ അവന്റെ ബിസിനസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതൊക്കെ അറ്റൻഷനാണ്, എല്ലാം അറ്റൻഷൻ സീക്കിംഗ്. ഒരു പക്ഷേ അവൻ ഒരു അറ്റൻഷൻ നിങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട്, കിട്ടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കിട്ടുന്നില്ല എങ്കിൽ അവൻ കിട്ടുന്ന രൂപത്തിലേക്ക് അവൻ മാറ്റപ്പെടും. അത് അക്രമമാവാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിന്റെ ബിഹേവിയർ ആവാം. രണ്ടാമതാണ് അച്ചീവ് പവർ. എനിക്ക് അറ്റൻഷൻ മാത്രം പോരാ,
എനിക്ക് ഞാൻ ഒരു വ്യക്തിയെ കാണിക്കുന്ന ഒരു തൻപോരിമ കൂടി ആ കുട്ടിക്ക് കാണിക്കേണ്ടി വരും. ഇപ്പോ ഒരു ഉദാഹരണത്തിന് ബൈക്ക് എല്ലാ കുട്ടികളുടെ അടുത്തുണ്ടാവും. പക്ഷെ ഈ കുട്ടി പറയുന്നത് എനിക്ക് ഒരു 2 ലക്ഷം രൂപ ഉള്ള ബൈക്ക് വേണം, ഇന്ന പേരിലെ ബൈക്ക് വേണം, ഇന്ന സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ അറ്റൻഷൻ മാത്രം പോരാ, അവന് അത് സെൽ ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു പവർ ജനറേറ്റ് ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെതായ രൂപത്തിൽ പോകും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ് എന്തുകൊണ്ട് കുട്ടികൾ മിസ്ബിഹേവിയർ കാണിക്കുന്നു. അതുപോലെ മൂന്നാമത് സീക്ക് റിവെഞ്ച്. മിസ്ബിഹേവിയറിന്റെ ഈ റിവെഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രതികാരം എന്നത് ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ മുമ്പ് നിങ്ങൾ ആ കുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു, അത് ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആ കുട്ടിയെ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ആ കുട്ടിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഒരിക്കലും അത് ഫോർഗീവ് ചെയ്യാനും പോകുന്നില്ല, അതവിടെ കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ തേട്ടി വരുമ്പോൾ അവൻ ചെയ്യും, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന് എന്തെങ്കിലും റിവെഞ്ച്, തൊട്ടടുത്ത വാഴ വെട്ടിക്കളയുക, അല്ലെങ്കിൽ മുരിങ്ങാമരം കൊമ്പ് പിന്നെ വെട്ടിക്കളയുക, അതല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിച്ച് കളയുക, ഇതൊക്കെ അവന്റെ രീതികളാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഹി വിൽ ഗോ ഔട്ട്സൈഡ് ആൻഡ് ഹി വിൽ ഡു ദ വേ ഹി ക്യാൻ. എന്താണോ അവന്റെ മനസംതൃപ്തി വരുന്നത് അത് അവൻ ചെയ്ത് ആ റിവെഞ്ചിനെ അവൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഅഡക്വസി, അതായത് അപര്യാപ്തത എന്ന സ്വഭാവം. ഈ അപര്യാപ്തത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കമ്മിയാവാം, ലാളനയുടെ ആവാം, അതുപോലെ നമ്മുടെ യത്തീം മക്കളുണ്ടല്ലോ, ഞാൻ കുറച്ചും കൂടി അവര് വാല്യൂസ് ഞാൻ പറഞ്ഞതാണ്. ഈ അപര്യാപ്തത എന്ന് പറയുന്നത് പാരന്റ് ഉണ്ടായിരിക്കെ നമുക്ക് കുട്ടികൾക്ക് പ്രശ്നമുണ്ട്. പാരന്റ് ഇല്ലാത്തൊരു കുട്ടികളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഒരു മാനസികാവസ്ഥ, അവർക്ക് ചിലപ്പോൾ ഈ അറ്റൻഷനും വേണം, പവറും വേണം, റിവെഞ്ചും വേണം. ഈ അച്ഛനും അമ്മയും ഇല്ലാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതികാരം. അത് പ്രതികാരം കാണിക്കാതെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ബൗണ്ടറി വിട്ട് ഒരു വയലന്റ് ആയിട്ട് ഒരു എന്താ പറയാ അനിമൽ രൂപത്തിലേക്ക് ആളുകൾ മാറുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇതൊക്കെ നമുക്ക് കൂടെ നിർത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് സത്യത്തിൽ നമ്മുടെ കനസ്തെറ്റിക് അപ്രോച്ചിന്റെ ഏറ്റവും നല്ലത്. ഈ കനസ്തെറ്റിക് അപ്രോച്ചിന്റെ ഒരു ട്രെയിനിങ് സെഷൻ തന്നെ വേറുണ്ട്. ഈ കനസ്തെറ്റിക്കിന് മാത്രം ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് പറഞ്ഞ പേരാണ് പാരന്റിങ്ങില് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നെല്ലാം പറയുന്നത്. അതിൽ പറയുന്ന 3 രൂപത്തിൽ സ്വഭാവ സവിശേഷതകൾ, പാരന്റ്, ചൈൽഡ്, അഡൽട്ട് എന്ന 3 സ്വഭാവ രൂപങ്ങൾ നമ്മൾ കുട്ടികളാകുമ്പോൾ ഉണ്ടാവും, നമ്മൾ അഡൽട്ട് ആകുമ്പോൾ ഉണ്ടാവും, നമ്മൾ കുറെ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ 3 സ്വഭാവങ്ങൾ. ഇപ്പൊ എന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു 10-50 ആൾക്കാർ ഇതിലുണ്ട്. ഈ 50 ആളുകളുടെ ടൈം കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചാണ് എനിക്ക് നഷ്ടപ്പെടുന്ന 1 മണിക്കൂർ. പക്ഷെ ഈ 1 മണിക്കൂർ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ 50 hours. എന്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകൾ ഓരോ മണിക്കൂറും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ എനിക്ക് ചൈൽഡ് സൈക്കോളജി വെച്ച് നിങ്ങളോട് സംസാരിച്ചാൽ അതിന് നിലവാരം ഉണ്ടാവില്ല. വാട്ട് ഐ ഹാവ് ടു ഡു, ഐ നീഡ് അഡൽട്ട് സൈക്കോളജി വിത്ത് പാരന്റ് മോട്ടീവ്. അതായത് അഡൽട്ട് സൈക്കോളജി അതിന്റെ ക്രമമായും വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു അഡൽട്ട് സൈക്കോളജി പ്ലസ് പാരന്റിങ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാം. ഒരു ഉപദേശ രൂപം. ദിസ് കംസ് ഫ്രം ദ പാസ്റ്റ്, ഫ്രം ദ എക്സ്പീരിയൻസ്. അപ്പൊ അഡൽട്ട് ആൻഡ് പാരന്റ് സൈക്കോളജി നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേസമയം ഇത് ഞാൻ ആ രൂപത്തിൽ കളിച്ചും ചെയ്ത് കഴിഞ്ഞാൽ എപ്പോ ഈ സെഷൻ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു അതോടുകൂടി അത് അപ്പൊ മോട്ടിവേഷൻ ട്രെയിനിങ്ങിന്റെ പ്രത്യേകതയും ഈ പാരന്റ് അതുപോലെ അഡൽട്ട് ട്രെയിനിങ്ങിന്റെ വ്യത്യസ്തതകളും നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കുട്ടികളിലും ഇതേ സ്വഭാവം ഉണ്ടാവും. എപ്പോഴും കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവന് ചൈൽഡ് സൈക്കോളജിയാണ് ഉണ്ടാവുക. അതേസമയം
ഫുൾ ടൈം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് കംപ്ലീറ്റ് സീരിയസ് മെന്റാലിറ്റി, അവൻ അഡൽട്ട് സൈക്കോളജി, അവൻ ചൈൽഡ് സൈക്കോളജിയിൽ നിന്ന് മാറി അഡൽട്ട് സൈക്കോളജിയാണ് അവന് കൂടുതൽ നിലനിൽക്കുന്നത്. അതേ ടൈമിൽ തന്നെ 2-3 കുട്ടികൾ ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിയോട് പറയാണ് ഞങ്ങൾ പുറത്ത് പോവാണ്, കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം, വികൃതി കാട്ടാൻ അയക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ വികൃതി കാട്ടുകയുമില്ല, മറ്റു കുട്ടികൾ ഒന്നും കാണിക്കാൻ അനുവാദം കൊടുക്കുകയുമില്ല. അവിടെ ആ കുട്ടിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സൈക്കോളജിയാണ് പാരന്റ് സൈക്കോളജി. ഇനി ഇത്തരം കാര്യങ്ങൾ നമുക്ക് രക്ഷ നേടാൻ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ സ്റ്റേ കണക്റ്റഡ് ആൻഡ് സീ ഹിസ് വ്യൂസ്. ഈ കുട്ടികളുമായി ഒന്നിച്ചു നിൽക്കുക എന്നല്ലാതെ വേറെ ഒരു ഫോർമുലയില്ല. There is no alternate medicine for to make your kid as you want. നിങ്ങൾ കൂടെ നിൽക്കുക, അവന്റെ ഒപ്പീനിയൻസും അവന്റെ അഭിപ്രായങ്ങളും കേൾക്കാൻ നമ്മൾ തയ്യാറാണ്, അത് കാണാനും കേൾക്കാനും തയ്യാറാണ്. നെക്സ്റ്റ്, ഫൈൻഡ് ഇനഫ് ടൈം ടു പ്ലേ വിത്ത് ദം. നമ്മൾ എപ്പോഴും ഒരു വലിയ പാരന്റ് ആണ്, ഞാൻ വലിയ അച്ഛനാണ്, വലിയ അമ്മയാണ് അതൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കാതെ അവരെ കൂടെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് തമാശ പറയാനും ഒന്ന് കളിക്കാനും ഒന്ന് തോണ്ടാനൊക്കെ നിങ്ങൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് ഉണ്ടാവുന്ന ഡിസ്ചാർജ്, ഒരു പേഴ്സൺ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ കളികളും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് മഞ്ഞ് പോലെ അരിഞ്ഞു പോകും. അത്തരം കുട്ടികൾക്ക് ഇനി റിവെഞ്ച് ഉണ്ടെങ്കിൽ തന്നെ ആ റിവെഞ്ച് കാണിക്കില്ല. അവർക്ക് പവർ വേണമെങ്കിൽ തന്നെ അവർക്ക് പവർ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അറ്റൻഷൻ സീക്കിംഗ്, ബിക്കോസ് their mind is already filled with fun. അവരുടെ മനസ്സിൽ ആൾറെഡി സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോൾ they don't need anything else. ഈവൻ സന്തോഷം നിറഞ്ഞ കുട്ടികൾക്ക് ഫുഡ് പോലും കുറച്ച് മതി. അവരെ കൂടെ കളിക്കാനും പെരുമാറാനും നമ്മൾ സമയം കണ്ടെത്തുക. ഹെൽപ്പിംഗ് വിത്ത് എമോഷൻസ്. നമ്മൾ ഓരോ കുട്ടികൾക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ പറയും പോയി 10 രൂപ അല്ലെങ്കിൽ 15 രൂപ കൊടുത്ത് മിഠായി വാങ്ങി പറയും. അവൻ ചോദിച്ചു, നിങ്ങൾ കൊടുക്കും. അതിനിടയിൽ ഒരു ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. കുട്ടിക്ക് ആവശ്യം പൈസയാണ്, ആ പൈസ കിട്ടി, പക്ഷെ കൊടുത്ത നിങ്ങൾക്ക് അതിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എമോഷനോട് കൂടി ആ 10 രൂപ കൊടുക്കും. ആ 10 രൂപ നിങ്ങൾ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ പറയാം, മോനെ നിനക്ക് ഈ 10 രൂപ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഈ 10 രൂപ കൊണ്ട് നല്ല മിഠായി അല്ലെങ്കിൽ നല്ല സാധനം, നല്ല ജ്യൂസ് വാങ്ങി കഴിച്ചിട്ട് നീ അപകടമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരണം കേട്ടോ എന്ന് പറഞ്ഞാല് അതിലൊരു വാല്യൂ, ഒരു വലിയ വാല്യൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഉപദേശം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഉപദേശം ഈ കുട്ടി അതിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ കുട്ടിക്ക് എപ്പോഴാണ് പാരന്റിങ് സൈക്കോളജി വരുന്നത്, എപ്പോഴാണ് അഡൾട്ട് സൈക്കോളജി വരുന്നത്, മറ്റേ കുട്ടികൾക്ക് പറഞ്ഞു. ഇതാണ് ഹെൽപ്പിംഗ് വിത്ത് എമോഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ വീടാണ് കുട്ടിയുടെ എൻജിൻ, നിങ്ങളുടെ വീടാണ് കുട്ടിയുടെ കൺട്രോൾ യൂണിറ്റ്, നിങ്ങളുടെ വീടാണ് കുട്ടികളുടെ പൈലറ്റ് റൂം എന്ന് പറയുമ്പോൾ എമോഷൻസ് കൊടുക്കുന്ന ടൈമിൽ എമോഷൻസ് തന്നെ കൊടുക്കണം. യു കനോട്ട് ഗിവ് എമോഷൻസ് ആസ് മണി. പിന്നെ സെറ്റ് ലിമിറ്റ്സ് വിത്ത് എംപതി. ഇവിടെ ലെറ്റ് മീ ആസ്ക്, വാട്ട് ഈസ് എംപതി? എംപതിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തരുമോ? വാട്ട് ഈസ് എംപതി? Can you unmute some people, please? Hello? 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 എംപതി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞോളൂ, തെറ്റി ഒരു പ്രശ്നമില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് പങ്കെടുക്കും, നിങ്ങൾ അറിയുന്ന തെറ്റ് പറഞ്ഞോളൂ, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ശരി കണ്ടെത്തും. അതിനു വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് എംപതി? ഓക്കെ, വാട്ട് ഈസ് സിമ്പതി? എമ്പതി നിങ്ങൾ വിട്ടോളൂ. സിമ്പതി എന്താണ്?
ഹലോ, കേൾക്കാമോ? യെസ് സാർ, കേൾക്കുന്നുണ്ട്. സിമ്പതി എന്താണ്? വാട്ട് ഈസ് സിമ്പതി? ഓക്കെ, I will do one thing. ദുരന്തമുണ്ടായപ്പോ മലവെള്ളപ്പാച്ചിൽ കുറെ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. ഇത് കേട്ടപ്പോ, ന്യൂസ് പേപ്പർ വായിച്ചപ്പോ, ടിവിയിൽ കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നിയിരുന്നു? എന്ത് തോന്നിയിരുന്നു? ഒന്നും തോന്നിയിട്ടില്ല. സങ്കടം. നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട് അല്ലേ? അല്ലേ? എന്ന് പറഞ്ഞു. അതേ സംഭവം നിങ്ങൾക്ക് വിഷമം തോന്നിയെന്നാണ് നിങ്ങൾ പറയുന്നത്. അതേ ടൈമില് എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ സ്റ്റേബിൾ ആണ്. ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ, ആ ടൈമില് അതേ ടൈമില് സെയിം നൈറ്റില് എത്രയോ ആളുകൾ അവിടെ ഓടിക്കിതച്ചെത്തി കുറെ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുറെ ആളുകളെ പള്ളിയിലേക്കും മറ്റേ സ്ഥലങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ അവിടെ ചളി എല്ലാം വാരി അവരെ ശുദ്ധിയാക്കാൻ പോയിട്ടുണ്ടായി. മാസങ്ങളോളം അവിടെ വർക്ക് ചെയ്തവരുണ്ട്. കുറെ ആളുകൾ അതിന് ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിച്ച് ഒരു ഹെൽപ്പിംഗ് ആർമി രൂപീകരിച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്തു. കുറെ ആളുകൾ അത് കേട്ട് അതിൽ വിഷമം ഫീൽ ചെയ്ത ആൾക്കാരുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. കുറെ ആളുകൾ ഇത് കേട്ട ഉടനെ ഓടി അവിടെ എത്തി എല്ലാം ചെയ്തു കൊടുത്ത ആൾക്കാരുണ്ട്. ഇവിടെ ഞാൻ കേട്ടു, എനിക്ക് വിഷമം തോന്നി, അയ്യോ പാവം എന്ന് ഞാൻ പറഞ്ഞു. ഇത് എനിക്കുണ്ടായ സിമ്പതിയാണ്. പക്ഷേ എന്നിൽ നിന്നും ഇല്ലാത്ത വേറെ എന്തൊക്കെ എക്സ്ട്രാ ഫീലിങ്സ് ഉള്ള കുറെ ആളുകൾ അവിടേക്ക് ഓടിയെത്തി അതിന് വേണ്ട കാര്യങ്ങൾ ഉടനെ ആക്റ്റീവായിട്ട് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്ത് കാണിച്ചു. ഇതാണ് എമ്പതി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എമ്പതിയാണ്, സിമ്പതിയാണ്. സിമ്പതിയിൽ നിന്ന് നമുക്ക് ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് യുവർ ഇന്നർ ഫീലിംഗ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സൊസൈറ്റി. നിങ്ങൾ സിമ്പതി നിങ്ങളുടെ കുട്ടികളോട് കാണിച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബ്രിങ് എനിത്തിങ്. അതേ സ്ഥാനത്ത് എമ്പതി കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രിങ് എവറിത്തിങ് യു വാണ്ട്. കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവന്റെ കൂടെ ഒന്ന് ഇടപെട്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ എളുപ്പമാവുമെന്ന് പറഞ്ഞാൽ അത് അവനോടുള്ള എമ്പതിയാണ്. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകുമ്പോൾ തന്നെ അതിനൊരു ലിമിറ്റ് വെക്കും. ഇന്ന് നിങ്ങൾ 10 രൂപ കൊടുത്തു, നാളെ അവൻ 200 രൂപ ചോദിക്കൂല, എന്താ ഗ്യാരണ്ടി? അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഒരു 5000 രൂപ ചോദിച്ചൂല, എന്താ ഗ്യാരണ്ടി? നോ ഗ്യാരണ്ടി. ബിക്കോസ് കുട്ടിക്ക് അറിയില്ല 5000 രൂപയുടെ വാല്യൂ എന്താണ്. അവന് 5000 രൂപ ആവശ്യം അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് സിമ്പതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ഡോണ്ട് ഫീൽ സിമ്പതി. അവൻ എന്നോട് 10 രൂപ അല്ലേ ചോദിച്ചുള്ളൂ, 10 രൂപ കൊടുക്കാം. അതല്ല, എമ്പതി ഹാസ് ടു വർക്ക്. മോനെ, നിനക്ക് ഞാൻ 10 രൂപ തരുന്നു, എൻ്റെ അടുത്ത് 10 രൂപ ഉണ്ട്, എന്നാൽ 20 രൂപ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അവനോട് നിങ്ങൾ പറയാതെ പറയുന്ന മെസ്സേജ് ആണ്, ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് 10 റുപ്പീസ് ബട്ട് നോട്ട് വിത്ത് 20 റുപ്പീസ്. അപ്പൊ നിങ്ങളുടെ ആ സർക്കിളിൽ നിന്നുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ അവൻ മെയിൻറ്റെയിൻ ചെയ്യാനും അവന്റെ ആവശ്യങ്ങളെ അവൻ നിറവേറ്റാനും ആ ഒരു ബജറ്റിൽ നിന്ന് നിൽക്കാനും അവൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. എല്ലാ അതിന്റെ ബെനിഫിഷ്യറി നിങ്ങൾ തന്നെയാണ്. നല്ല കുട്ടികളായിട്ട് വളർത്തുമ്പോൾ എന്റെ അച്ഛന് കിട്ടുന്ന വരുമാനം ഇത്രയാണ്, അത് ഞാനായിട്ട് കൊണ്ടേ കളയരുത് എന്ന് അവൻ തീരുമാനിക്കും. ഇനി അഥവാ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി തീരുമാനിക്കും, ഇത്രയൊക്കെ കിട്ടിയിട്ട് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എനിക്ക് ഇത്ര തരുന്നുണ്ടല്ലോ, അവിടെ മെറിറ്റ് മാറും. ഇറ്റ് ടോട്ടലി ചേഞ്ച് ദ സ്റ്റോറി.
ഇതാണ് സെറ്റ് ലിമിറ്റ് വിത്ത് എംപതി എന്ന് പറയുന്നത്. ആൻഡ് റെഗുലർ എമോഷൻസ്. നിങ്ങളുടെ എമോഷൻസ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പല രൂപത്തിലും അലറിക്കൊണ്ടോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടോ ഒക്കെ പ്രകടിപ്പിക്കും. ഈ മോൻ എന്നോട് ഇങ്ങനെ പെരുമാറി, അതല്ലെങ്കിൽ സന്തോഷം ഓവറായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ കാണിക്കാറുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും തമാശ പറഞ്ഞാൽ. പക്ഷെ ഒരു പാരന്റ് എന്നത് വി ഹാവ് ടു കൺട്രോൾ അവർ എമോഷൻസ് എന്ന് പറയുമ്പോൾ അധികം ചിരിക്കുക എന്നതുകൊണ്ട് ചിലപ്പോൾ അത് ദൂരവ്യാപകമായ ഫലം ചെയ്യും. ഓ, എന്റെ അച്ഛൻ നന്നായി ചിരിച്ചു, അതിന് വലിയ തമാശ ഞാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോ എല്ലാം നല്ലതാണ്, അതിന്റെ ലിമിറ്റ് വിടാതെ അവരെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ എമോഷൻസ് കൺട്രോൾ ചെയ്ത് അവരോട് ബിഹേവ് ചെയ്താൽ, കെനസ്തെറ്റിക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രിങ് ഗ്രേറ്റ് റിസൾട്ട്. പിന്നെ സൈക്കോളജി ആൻഡ് സിറ്റുവേഷൻ. ഈ സ്വഭാവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമുക്ക് സദാ കാണുന്ന സ്വഭാവ സവിശേഷതയാണ്. ഒന്നെങ്കിൽ അവർക്ക് ഡിസ്ട്രസ്, ആങ്കർ, ഫിയർ, ആങ്സൈറ്റി, ഫോബിയ, ക്രൈ. ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഈ കുട്ടി ഉണ്ടാവുക. ഒന്നുകിൽ ആ കുട്ടിക്ക് എവിടെ ഇരുന്നാലും ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ എപ്പോഴും അവന് ദേഷ്യം, അതല്ലെങ്കിൽ എന്ത് കണ്ടാലും പേടി, എന്ത് പറഞ്ഞാലും പേടി, അതല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും അത് നടക്കുമോ, അത് എന്നെ കൊണ്ട് കഴിയോ എന്നുള്ളൊരു പേടി, ഭയം. അതല്ലെങ്കിൽ എന്തെങ്കിലും ജീവിയെ അല്ലെങ്കിൽ ഒരു ഇരുട്ടിനെ കണ്ടാൽ ഭയങ്കര പേടി. അതല്ല എങ്കിൽ തൊട്ടതിനും എല്ലാ കാര്യങ്ങളും ഒരു കരച്ചിലൂടെ പ്രകടിപ്പിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുന്ന സ്വഭാവം. ഇതൊക്കെ ഏതെങ്കിലും കുട്ടികളിൽ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും, അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് വീട്ടിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതിന്റെ ഒരു എക്സ്ട്രാ കോപ്പി അവർ സ്കൂളുകളിൽ കാണും. സ്കൂളുകളിൽ അവര് ഈ ഡിസ്ട്രസ്, ആങ്കർ, ഫിയർ, ആങ്സൈറ്റി, ഫോബിയ, ക്രൈ ഇതിന്റെ ഒക്കെ ഒരു കോപ്പി കാണിക്കുന്ന അതേ ടൈമിൽ തന്നെയാണ് ഈ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം. ഇവരെ ഫൈറ്റ് ചെയ്യുക, ഇവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇവരൊന്ന് ഷാർപ്പൻ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ ടീച്ചേഴ്സ് എടുക്കുന്ന ഒരു വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉള്ള കുട്ടികളെ ഒരേ റൂട്ടിൽ തൊളിച്ചു കൊണ്ട് പിന്നെ എന്താ പറയുക നേർവഴിക്ക് നടത്തി കൊണ്ടുപോകുന്ന വലിയ റിസ്ക്. പല വീട്ടിൽ നിന്നും വരുന്ന പല സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് വരുന്ന കുട്ടികളെ ഒരു റൂമിൽ നമ്മൾ കൊടുന്നിരുത്തിട്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും 100% മാർക്ക് കിട്ടാൻ സാധ്യത കമ്മിയാണ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന കാരണങ്ങൾ പലതും. ഒന്ന്, അവന്റെ കൂടെ ഒരു ഫിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫോബിയ ഉണ്ടാവും, അല്ലെങ്കിൽ ആങ്കർ ഉണ്ടാവും. ഈ ഒരു ഏതെങ്കിലും ഒരു ഹീറ്റ് സദാ ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ സ്കൂളുകളിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട്, ഇമ്പാക്ട് 100% കിട്ടുക എന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് എന്നിട്ട് നിങ്ങളുടെ കുട്ടിക്ക് 100% കിട്ടുന്നു എങ്കിൽ യു ഹാവ് ടു സല്യൂട്ട്. അത് എബോവ് 80% കിട്ടുമെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ ഗ്രേറ്റ്. ഇവിടെ 2 വയസ്സ് വരെ, 4 വയസ്സ് വരെ, 7 വയസ്സ് വരെ, 10 വയസ്സ് വരെ, 13 വയസ്സ് വരെ കുട്ടികളുടെ ഒരു സ്വഭാവത്തില് പേടിക്ക് കാരണമായിട്ട് പറയുന്നത്, ഒന്ന്, ഒരു 2 വയസ്സ് വരെ കുട്ടികൾ എടുത്തു കഴിഞ്ഞാല് അവർ കാണാത്ത ഒരാളെ കണ്ടാൽ ഈ കുട്ടിക്ക് പേടിയായി. അതിന് കേൾക്കാത്തൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾ പേടിക്കും. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഇടി ഒക്കെ പൊട്ടിക്കഴിഞ്ഞാല് ആ കുട്ടികൾ ഓടി ഒളിക്കും. അതുപോലെ ലോസ് ഓഫ് സപ്പോർട്ട്. അവർ വിചാരിച്ച പോലെ ആ കുട്ടിയെ ആരും ഒന്ന് കൈ പിടിച്ച് എടുത്തില്ല എങ്കിൽ ആ കുട്ടിക്ക് ഫിയർ ഉണ്ടാവില്ല. അതുപോലെ അവർ കാണാത്ത എന്തെങ്കിലും സാധനം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പേടി രൂപാന്തരപ്പെടും. ഇത് ഒരിക്കൽ ആ കുട്ടിയുടെ ഉള്ളിൽ പേടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ എലമെന്റിനെ ആ കുട്ടി പേടിയോട് കൂടിയാണ് കാണുന്നത്. ഇനി 2 മുതൽ 4 വയസ്സ് വരെ ആണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും. അവർക്ക് ഒറ്റക്കിരിക്കുന്ന പേടിയാണ്. അപ്പൊ കുട്ടികൾ നമ്മൾ ഒരിക്കലും ഒറ്റക്കാക്കിയിട്ട് ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു മൂലയിലോ ഒറ്റക്കാക്കി കുട്ടികൾ നിർത്താൻ പാടില്ല. അതുപോലെ ഇരുട്ടിനെ പേടിച്ച കുട്ടികളുണ്ടാവും. പെട്ടെന്ന് കറണ്ട് പോയാല് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കുട്ടിയോട് ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാല് ഐ ആം ഓക്കെ എന്ന് പറയും. അതല്ലെങ്കിൽ കുട്ടി അവിടെ നിന്ന്. അതുപോലെ ഇതുവരെ കാണാത്ത മൃഗങ്ങളെ ഒക്കെ കാണുമ്പോൾ ഞാൻ നിനക്കൊരു മൃഗത്തെ കാണിച്ചു തരാം, അത് ഇങ്ങനെയാണ് ഒരു ഏകദേശം രൂപം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ആ കുട്ടിയെ ആ പുതിയ രൂപത്തെ കാണുമ്പോൾ പേടിയില്ലാതെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ രൂപം എന്ന് പറയുമ്പോൾ
ആ പേടിയെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു 7 വയസ്സാകുമ്പോഴേക്കും അവൻ പ്രകൃതിയുമായി അടുക്കാനും സ്കൂളുകളുമായി അടുക്കാനും ചുറ്റുപാടുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ എൻവയോൺമെന്റൽ ത്രെട്ട് അവനെ ബാധിക്കും. എങ്ങനെ? ചൂടാവാം, പൊള്ളലാവാം, തണുപ്പാവാം, ഇതൊക്കെ അവന് അനുഭവിക്കാനും പ്രകടിപ്പിക്കാനും ശ്രമിക്കും. ഇമാജിനറി ക്രിയേച്ചേഴ്സ്, അനിമൽസ്, ഇതൊക്കെ സ്വഭാവരൂപീകരണത്തിൽ അവൻ കാണിക്കാനും പ്രകടിപ്പിക്കാനും ശ്രമിക്കും. 10 വയസ്സാകുമ്പോൾ പെട്ടെന്നുള്ള മൃഗങ്ങളെ കാണുമ്പോൾ, ആനയെ കാണുമ്പോൾ, ആന നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു വലിയ ആനയെ കാണുമ്പോൾ പേടിക്കാം. അതുപോലെ മോഷണ ശ്രമം, കള്ളൻ എന്ന് പറയുമ്പോൾ, നമ്മൾ കള്ളൻ 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 എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് കള്ളൻ എന്ന് പറഞ്ഞൊരു വലിയ സംഭവമായിട്ട് തോന്നും. ചിലപ്പോൾ ചെറിയ ഒരു തേങ്ങ എടുക്കാൻ വന്ന ഒരാളായിരിക്കും, പക്ഷെ പറയുമ്പോൾ അവൻ കള്ളനാണ്. അപ്പോ ഈ കള്ളൻ എന്ന പദങ്ങളൊക്കെ കുട്ടിക്ക് പേടി, ഏത് കള്ളനെ കണ്ടാലും പേടി ഉണ്ടാവും. പിന്നെ പേഴ്സണൽ ഹാം അത് ഒന്നെങ്കിൽ എനിക്ക് നേരിട്ട അപകടങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മൂലം മറ്റുള്ള ആളുകൾക്കുണ്ടായ അപകടങ്ങളും കുട്ടികൾക്ക് പേടിക്കണം. ഒരു കുട്ടി വീണു, അവന്റെ കാല് മുറിഞ്ഞു, ആ മുറിഞ്ഞ കാല് ചിലപ്പോൾ 1-2 മാസം കൊണ്ട് ശരിയായിട്ടുണ്ടാവും. പക്ഷെ ഈ കുട്ടി അപ്പൊ പേടിച്ചിട്ടില്ല. ഈ പേടി എന്നും ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ കെയർ ചെയ്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഒരു 13 വയസ്സാകുമ്പോൾ പേടി എന്നത് എല്ലാ ആളുകൾക്കും, മൃഗങ്ങള്, പാമ്പുകള്, ഈ പേടി എന്നത് ഒരു ഫോബിയ എന്ന് എല്ലാ ആളുകൾക്കും നിലനിൽക്കും. അത് നമുക്ക് ഒരു സൈക്കോളജി ശ്രമം നടത്തിയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ സെപ്പറേഷൻ ഫ്രം പാരന്റ്സ്. 13 വയസ്സാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 10 വയസ്സ് വരെ നിങ്ങൾ നാച്ചുറലി ആ കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ, അച്ഛനും അമ്മയും എൻ്റെ കൂടെ എനിക്ക് വേണം എന്ന് തോന്നുന്ന പ്രായമാണ് 11 മുതൽ 13 മുതൽ തുടങ്ങുന്ന പ്രായം. നമ്മൾ ആ ടൈമിൽ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് ദൂരെ കൊണ്ടുപോയി നിർത്തുകയോ അല്ലെങ്കിൽ അവരോട് അങ്ങനെ പോലെ പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ ഒരു വലിയ തുടക്കം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം ഏകദേശം കട്ട് ചെയ്യുന്നത്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഹൗ ടു അച്ചീവ് എക്സലൻസ് എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് ക്ലിയർ റൂൾസ്. നിങ്ങൾ കുട്ടികൾക്ക് സക്സസ് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കുട്ടിയോട് പോയാണ്ട് ഓക്കെ നീ അവിടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് സക്സസ് ഏറ്റുവാ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ആയിട്ട്. നിങ്ങൾ അവരോട് പറയും എല്ലാ കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് പറഞ്ഞു. എസ്റ്റാബ്ലിഷ് ക്ലിയർ റൂൾസ്. നിങ്ങൾ 10th പഠിക്കുന്നത് 10th ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ 9ലാണെങ്കിൽ അടുത്ത വർഷം 10th പോകും. അതുപോലെ തന്നെ ഡിസ്കസ് നെഗറ്റീവ് കോൺസിക്വൻസസ് അഹെഡ് ഓഫ് ടൈം. ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യാതെ ആ ഒരു ഈവന്റ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ആ കുട്ടിയോട് പറയാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, നീ ഒന്നും വിചാരിക്കരുത്, അത് സംഭവിക്കുന്നതാണ്, നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നെഗറ്റീവ് അല്ലെങ്കിൽ എന്താണോ പോസിറ്റീവ് സംഭവിക്കണം, അത് അഡ്വാൻസ് ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഇമ്പാക്ട് എന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ പെൺകുട്ടികൾ കുറച്ചും കൂടി നമ്മൾ അടുത്ത് നിൽക്കുന്നത് വളരെ ഉപകാരപ്പെടും എന്ന് കൂടി ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നു. കാരണം എമോഷണൽ ഫീലിങ്സ് ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. പ്രൊവൈഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇത് സൈക്കോളജിയിൽ സ്ട്രോക്ക് എന്ന് പറയാറുണ്ട് ആളുകൾ. സ്ട്രോക്ക് ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ്. എടാ ഞാനില്ലടാ നിനക്ക്, നീ തോറ്റാൽ എന്താ പ്രശ്നം, അടുത്ത വർഷം നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാനെന്ന് പറഞ്ഞാല് ഓ ഞാൻ മാത്രമല്ല തോറ്റുള്ളൂ, ഇനി എനിക്ക് ചാൻസ് തരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും മാർക്ക് കുറഞ്ഞാല് ടീച്ചേഴ്സ് പറയും നീ 5 മാർക്കല്ലേ പോയിട്ടുള്ളൂ, അടുത്ത എക്സാം മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞാല് ആ കുട്ടിയുടെ ഉള്ളിൽ അപ്പോൾ ഉള്ള ഒരു എനർജി, തോറ്റു എന്ന എനർജി അല്ല, ഞാൻ ജയിക്കാൻ പോകുന്നു എന്ന എനർജി. ഈസ് എ പേഴ്സൺ ഗോയിങ് ടു വിൻ ആൻഡ് ഹി വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു വിൻ എന്നാണ് നമ്മൾ പറയാതെ പറയുന്ന മെസ്സേജ്. നിങ്ങൾ ഈ കുട്ടിയോട് അവസരോചിതമായി അല്ലെങ്കിൽ അനവസരത്തിൽ പല രൂപത്തിൽ പെരുമാറുകയോ അലറുകയോ ഒച്ചവെക്കുകയോ ചെയ്യും. ഈ കുട്ടിയോട് നിങ്ങൾ തുറന്ന് പറയുക, ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയോ, അത് നിനക്ക് ആ അപകടം അപ്പൊ സംഭവിക്കാതെ ഇരിക്കുകയാണ്, അത് ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ കേൾക്കുള്ളൂ എന്ന് ഒരു തിരുത്തൽ അതിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും പാരന്റ്സിന്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു കൺട്രോൾ ദി ചൈൽഡ് ലൈക്ക് എനിത്തിങ്. ആ നൂല് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാതെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു. എക്സാമിൻ ദ റീസൺസ് യു ഹെൽപ്പ്. അത് തിരുത്തി പറഞ്ഞു കൊടുക്കും. പലപ്പോഴും നമ്മൾ ചീത്ത പറയുന്നത്, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞതേ അത്
നിന്നെ ചീത്ത പറഞ്ഞതല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത് നിനക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ യെസ് താങ്ക് യു എന്ന് പറയും. അപ്പൊ നമുക്ക് ആ ചീത്ത പറഞ്ഞു എന്ന ആ ഒരു പിക്ചർ അവന്റെ മനസ്സിൽ നമ്മൾ മാറ്റി കളഞ്ഞു. രണ്ടാമത്തത് ഓഫർ വാർണിംഗ് വെൻ അപ്രോപ്രിയേറ്റ്. തീയിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി കളിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ കുട്ടിയോട് പറയാം, തീയിന്റെ അടുത്ത് ചെന്നാൽ ചൂടുണ്ടാവും, കുറച്ചും കൂടി അടുത്തേക്ക് ചെന്നാൽ പൊള്ളാനും സാധ്യത ഉണ്ട് എന്ന് പറയും. അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റും. കുളത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുളമാണ്, നിനക്ക് നീന്താൻ അറിയില്ല. പക്ഷെ ചാടി കഴിഞ്ഞാൽ അവനറിയാൻ പറ്റും, അതിന് ആയുണ്ടായിരുന്നു, എനിക്ക് നീന്താൻ കഴിഞ്ഞില്ല, എന്നെ രക്ഷപ്പെടുത്തി. കുട്ടി തീയിലിട്ട് കഴിഞ്ഞാൽ പറയും, അമ്മ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കേട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ അവൻ ചെയ്യുമോ ചെയ്യില്ലേ എന്നല്ല ചോദ്യം. ഹി വിൽ ഡു ഓർ ഹി വിൽ നോട്ട് ഡു, ബട്ട് ഗിവ് ഹിം അഡ്വൈസ് ഇൻ അഡ്വാൻസ്. അപ്പോ ഇവിടെ എഗെയിൻ നമ്മുടെ ഈ പാരന്റൽ സൈക്കോളജി കുട്ടിയിലും വർക്ക് ചെയ്യും. അപ്പൊ കുട്ടി ചുറ്റുപാടിൽ പറയും, എടാ അവിടെ കുളത്തിൽ ചാടണ്ട, അത് ആഴന്റെ കുളമാണ്. നിങ്ങൾ എന്താണ് കുട്ടിക്ക് പറഞ്ഞത് അത് നെക്സ്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, വെരി സിമ്പിൾ. അപ്പൊ അപകടങ്ങൾ കൂടുതൽ വരും. ഇതാണ് ഗിവ് ദ വാർണിംഗ്സ് അപ്രോപ്രിയേറ്റ്. പിന്നെ ഹൗ ടു ഡീൽ വിത്ത് ദ ഡിഫിക്കൽട്ട് ചൈൽഡ്, ഇതൊക്കെ നമുക്ക് കേൾക്കാം. എന്റെ കുട്ടിക്ക് വലിയ പ്രശ്നക്കാരനാണ്, അവനെ എങ്ങനെ മെരുക്കാമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് നിങ്ങളോട് പറയുന്നത് സ്റ്റോപ്പ്. നിങ്ങളുടെ കുട്ടി വളരെ അഗ്രസീവാണ്, വളരെ വയലന്റ് ആണ്, വളരെ മോശക്കാരനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോണ്ട് മേക്ക് വാർ വിത്ത് ഹിം. അവനുമായി നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കരുത്. കാരണം കുട്ടികളുമായി യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് ലൈഫ് ലോങ് ഇറ്റ് വിൽ കണ്ടിന്യൂ ദ വാർ. അതിന് കുട്ടി ഒരിക്കലും നമുക്ക് തോറ്റു തരില്ല. ആസ് എ പാരന്റ് യു ഹാവ് ടു ഫെയിൽ. അപ്പോ ആസ് എ പാരന്റ് വെൻ യു ഫെയിൽ യുവർ കിഡ് വിൽ വിൻ. പക്ഷെ മോറലി നിങ്ങളുടെ കുട്ടി ജയിക്കലാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പാരന്റ്സ് തോറ്റ് കാണിച്ചു കൊടുക്കും. ഐ ആം ഓക്കെ വിത്ത് യു, യു മേഡ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബിക്കം ലെസർ വയലന്റ്. അതുപോലെ പ്രാക്ടീസ് ഡിസ്കഷൻസ് വിത്ത് പ്രിവെൻഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊരു കാര്യങ്ങളാണ്. ഡിസ്കഷൻസ് വിത്ത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ പല ആളുകൾക്കും പല കാര്യങ്ങൾക്കും അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇന്നും പിന്നെ ഒരേ സെയിം ഇഷ്യൂ ആവുന്നില്ലല്ലോ. അപ്പൊ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി, അതിന്റെ വ്യാപ്തി അനുസരിച്ചിട്ട്, അതിന്റെ പ്രായത്തിനനുസരിച്ച് അവന് പ്രിവെൻഷൻ നോട്ടീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതൊരു ഡിസ്കഷൻ ഫോമിലായിരിക്കും. യു ഡു ലൈക്ക് ദിസ്, ഐ തിങ്ക് ദർ ആർ സം പ്രോബ്ലംസ്. നല്ല ഭാഷയിൽ, അവന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഡിഫിക്കൽട്ട് ചൈൽഡ് ആകുമ്പോൾ പ്രത്യേകിച്ചും. അതുപോലെ സ്റ്റേ കാം ആൻഡ് ലിസൺ കെയർഫുള്ളി. ഒരിക്കലും നിങ്ങൾ വയലന്റ് ആയിട്ട് കുട്ടികളോട് പെരുമാറും. ബിക്കോസ് ഈ ആൾറെഡി വയലന്റ്. അവന്റെ കൂടെ നിങ്ങളും വയലന്റ് ആയി കഴിഞ്ഞാൽ കാര്യം നെഗറ്റീവായി പോകും. അപ്പൊ കാര്യം നെഗറ്റീവ് ആകെ പോകുന്നത് ഒരു പിന്നെ പോസിറ്റീവ് മറ്റു നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവില്ല. അപ്പൊ സ്റ്റേ കാം ആൻഡ് ലിസൺ കെയർഫുള്ളി. ശ്രമിക്കുക, തന്നെ എക്സ്പ്ലെയിൻ യുവർ റൂൾസ് ആൻഡ് ഓഫർ ചോയ്സസ്. അവരുടെ കാര്യങ്ങൾ പറയും, ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നീ കഴിവില്ല കുട്ടിയാണ്, നിനക്ക് ഇനി സ്കോപ്പ് ഉണ്ട്, നിനക്ക് വിജയിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, നിന്നെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ മാർക്ക് കുറഞ്ഞാൽ നോ പ്രോബ്ലം. ഇത് ഇനി അഥവാ ഇവിടെ നമുക്ക് പരാജയപ്പെട്ടാലും നിനക്ക് മറ്റുള്ള എത്രയോ ചോയ്സ്, നിനക്ക് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലോ, മാത്സിൽ മാർക്ക് കൂടുതലുണ്ട്, ഹിസ്റ്ററിയിൽ കുറഞ്ഞാലും പ്രശ്നമില്ല. അതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് കാണിച്ചു കൊടുത്ത് ചോയ്സസ് കൊടുക്കാൻ കഴിയും ആസ് എ പാരന്റ്. അതേസമയം ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും കൊടുക്കുക. പിന്നെ കട്ട് ഓഫ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കട്ട് ഓഫ് ടൈം, ഒരു ഫ്രെയിം കൊടുക്കണം. ആ ടൈം കഴിഞ്ഞാൽ നോ മോർ ആർഗ്യുമെന്റ്സ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും കുട്ടിയുടെ വയസ്സ് വളരെയാണ്. 17 വയസ്സ് കഴിഞ്ഞാൽ അവനോട് പറയാം, 17 വയസ്സ് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിത്തെ മാറി, ഇനി നമസ്കാരം തുടങ്ങണം, ആ റേഞ്ചിൽ എത്തി. അപ്പൊ ടൈം കഴിഞ്ഞു എന്ന് അവനോട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുട്ടിയോട് പറയാൻ നമുക്ക് കഴിയും. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നീ മൂവിയാണ്, നീ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, അത് കഴിഞ്ഞാൽ എന്ന് പറയാം. ഓരോ ഘട്ടമായിട്ട് ഇവിടെയാണ് സത്യത്തിൽ മെന്ററിങ്ങിന്റെ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞു. നൗ നെക്സ്റ്റ് റോൾ.
ഓരോ റോളും അവനോട് പറയുകയായിരുന്നു. പാരന്റ്സിന് ഒരു മെന്റർ ആകാൻ കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് പാരന്റ് സ്റ്റുഡൻസിന്റെ മെന്റർ ആവാൻ കഴിയും, ചൈൽഡിന്റെ മെന്റർ ആവാൻ കഴിയും. ഇനി ഇവിടെ ലാസ്റ്റ് സ്ലൈഡാണ് മെമ്മറബിൾ സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ ഡേയ്സ് മെമ്മറബിൾ ആവുക? നമുക്കൊരു ഒരാഴ്ച സ്കൂളിൽ പോയതുകൊണ്ട് നമുക്ക് മെമ്മറബിൾ ആവാൻ കഴിയും? ഒരിക്കലുമില്ല. ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ അറ്റൻഡൻസ്, അതായത് മെമ്മറീസ് ആണ് ഏറ്റവും അധികം സ്കൂൾ ലൈഫ് നമുക്ക് ഉണ്ടാവുക. എത്രമാത്രം നിങ്ങൾക്ക് മെമ്മറീസ് ഉണ്ട് അത്രമാത്രം ലൈഫ് മെമ്മറീസ് നിങ്ങൾക്ക് പോകും. സ്കൂളുകളിൽ കുറെ കുട്ടികളും കുറെ ടീച്ചേഴ്സും കുറെ ചുറ്റുപാടും എല്ലാം ഉണ്ടാവുമ്പോൾ എത്രമാത്രം എല്ലാ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും ഈ കുട്ടി അറ്റൻഡൻസ് ഉണ്ട് എങ്കിൽ അത്തരം കുട്ടികൾക്കാണ് ഏറ്റവും അധികം മെമ്മറി, സ്കൂൾ മെമ്മറി കൂടുതൽ കിട്ടുകയും ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഗുണവശങ്ങളും ഇത്തരം കുട്ടികൾക്കാണ് കൂടുതലുണ്ടാവും. ബിക്കോസ് ഈസ് അറ്റൻഡിങ് എവറി ഡേ. ലീവ് നോട്ടീസ് ഇല്ല, ഫേക്ക് നോട്ടീസ് ഇല്ല, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇനി അഥവാ ലീവ് എടുത്ത് അതിന് ഞാൻ ഇന്ന കാര്യത്തിനാണ് ലീവ് എടുത്തത്, അതുകൊണ്ട് അതിന് ലീവ് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അത് ഇനിയിപ്പോ പനിയാണെങ്കിൽ പനി ഇല്ലാതെ ലീവ് എടുത്തിട്ട് ഞാൻ ഇന്നലെ പനിയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ പനി ഇല്ലാതെ ലീവ് എടുത്തെന്ന് പറഞ്ഞാൽ മതി. നോ ഇഷ്യൂസ്. സോ ദേ വിൽ ട്രസ്റ്റ് യു മോർ. മേക്ക് ഹിം പ്രിപ്പയർഡ് ഫോർ എക്സാം, ഗെയിംസ് ആൻഡ് ഫൺ. പിന്നെ സ്കൂളുകളൊക്കെ പോകുമ്പോൾ നമ്മൾ കാലങ്ങൾ കടന്നു പോകുന്നുണ്ട്, മാസങ്ങൾ കടന്നു പോകുന്നുണ്ട്, വിഷയങ്ങൾ ടീച്ചേഴ്സ് എടുത്തു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ എക്സാം വരുന്നുണ്ട്, പല ഗെയിം ആൻഡ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, കളി തമാശകളൊക്കെ വരുന്നുണ്ട്. ഈ കുട്ടികൾ ഇതിൽ കറക്റ്റായിട്ട് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ കുട്ടി ഇതിൽ എക്സാമിൽ മാത്രമേ ഉള്ളൂ, അവന് കളികളിലില്ല, അല്ലെങ്കിൽ തമാശകളില്ല, പാട്ട് പാടുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കഴിവ് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അഗെയിൻ ലെറ്റ് മീ ബ്രിങ് വാർക്ക്. അവന് കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അവന് ഇപ്പൊ കളിക്കാൻ താല്പര്യമുണ്ട്, കനസ്തറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് അവന് കളിക്കാൻ ഭയങ്കര താല്പര്യം, അവർക്ക് ഫുട്ബോളൊക്കെ നല്ല ജീവനായിരിക്കും. പക്ഷെ നിങ്ങൾ അവനോട് കളിക്കാൻ പറയുന്നില്ല. പക്ഷെ അവന്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ കളിച്ചുകൊണ്ട് അവന് പഠിക്കാൻ ശ്രമിച്ചാൽ അവൻ കൂടുതൽ പഠിക്കും. കാരണം പൊതുവെ പറയേണ്ടത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്ന് നമ്മൾ എന്നും പറയാറുണ്ട്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ നന്നായി കുട്ടികൾ കളിക്കണം. നമ്മൾ മൊബൈൽ, ഇപ്പൊ എന്റെ കുട്ടികളാണെങ്കിലും മൊബൈൽ നന്നായി കളിക്കുന്നു. ഐ ആം നോട്ട് ബിഹൈൻഡ്. എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ലോങ് ടേമിൽ ഈ കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറിന് അത് പറയും. നമ്മുടെ കുട്ടികൾ വളരണമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, അവർക്ക് മസിൽ വേണമെന്ന് തോന്നുമെങ്കിൽ, അവർക്ക് ഉയരം വേണമെന്ന് തോന്നുമെങ്കിൽ, അവർക്ക് ആയാസം ഉണ്ടാവണമെങ്കിൽ അവർ കളിക്കണം. അല്ല, ഇതൊന്നുമില്ലാതെ നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ് എടുത്ത് കളിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കുട്ടികളുടെ അവയവങ്ങളൊന്നും കൃത്യമായി വളരുകയില്ല. നമ്മുടെ കുട്ടികൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഉയരമില്ലാത്ത ഒരു ചെറിയ ജനസമൂഹമായി നമ്മൾ മാറും. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഒബ്സർവേഷൻ ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. ബട്ട് ലെറ്റ് മീ ടെൽ യു മൈ ഒബ്സർവേഷൻ. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഉയരം, നമ്മുടെയൊക്കെ ഒരു പഴയ ജനറേഷൻ നോക്കുമ്പോൾ ഈ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ഉയരം കമ്മിയാണ്. വൈ? കാരണം കളികൾ നമ്മളെ സമൂഹത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഓട്ടങ്ങളില്ല, കളികളില്ല, പന്തയങ്ങളില്ല. പഴയ കാലത്ത് പന്ത് കളിയാണെന്നൊരു വലിയ സംഭവമായിരുന്നു. പന്തേറുണ്ടായിരുന്നു, അപ്പൊ ഓടി കളിച്ചിരുന്നു, മരം കയറിയിരുന്നു. ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾക്ക് മരം കയറാൻ കഴിയും? നിങ്ങളുടെ കുട്ടികൾക്ക് മരം കയറിയാൽ എത്രമാത്രം മസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം സ്ട്രെങ്ത് കിട്ടും, എത്രമാത്രം അവന് ബാലൻസ് ചെയ്യാൻ പറ്റും, അവന്റെ ബോഡിയുടെ കറക്റ്റ് വെയിറ്റ് എവിടെയെന്ന് അവന് തിരിച്ചറിയണമെങ്കിൽ അവന് മരം കയറാൻ കഴിയും. അവന്റെ കയ്യിന് ബലമുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ അവന് മരം കയറാൻ കഴിയണം. ചെറിയ ചെറിയ മരങ്ങളൊക്കെ നമ്മൾ കുട്ടിയോട് കയറാൻ പറയണം. ഒന്ന് വീണാൽ തന്നെ കാല് മുറിയാത്ത രൂപത്തിൽ നല്ല പ്രാക്ടീസ് ചെയ്ത് യു ട്രൈ ടു മേക്ക് ഹിം ടു ക്ലൈംബ് മോർ ആൻഡ് മോർ. അതുപോലെ തന്നെ പ്രൊവൈഡ് ഇനഫ് റെസ്റ്റ് ആൻഡ് ഹെൽത്തി ഫുഡ്. നിങ്ങൾ കുട്ടികൾ, പിന്നെ നമുക്ക് എല്ലാ ആഗ്രഹമുണ്ട്, കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വളരണമെന്ന് ആഗ്രഹമുണ്ട്, വലിയ സംഭവമൊക്കെ ആയിത്തീരണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ബോഡി മെക്കാനിസം എന്ന് പറഞ്ഞ സംഭവമാണ്. ഒരു ബോഡി, ഒരു ബയോ ക്ലോക്ക് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്ന ഒരു ക്ലോക്ക് ഉണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ ചില ആളുകൾ ഞാൻ 10 മണിക്ക് ശേഷം ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ബയോ ക്ലോക്ക് 10 മണിക്ക് ഉറങ്ങും. ആഫ്റ്റർവേർഡ്സ് ഹി കനോട്ട് ഹെൽപ്പ് യു, സോറി. അതുപോലെ ഈ ബയോ ക്ലോക്ക് കുട്ടികൾ നന്നായി വർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നന്നായി ബയോ ക്ലോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവർ കറക്റ്റായിട്ട് ഉറങ്ങും. കറക്റ്റായിട്ട് ഉറങ്ങി എന്ന് നിങ്ങളെ കുട്ടി ഉറങ്ങി എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു
പിന്നെ അടയാളമാണ് നിങ്ങൾ ആ കുട്ടിയെ രാവിലെ ഒറ്റ വിളിക്കുമ്പോൾ അവന്റെ ബയോ ക്ലോക്ക് പ്രകാരം അവൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഒറ്റ വിളിക്ക് ആ കുട്ടി ഉണരും. അതല്ല എങ്കിൽ ആ കുട്ടി അവിടെ കിടന്ന് അങ്ങനെ വരും. ബിക്കോസ് യു ഡിഡ്ന്റ് അലോ ഹിം ടു സ്ലീപ്പ്. അതുപോലെ തന്നെ ഫുഡ് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ, അവരുടെ ചിന്തകൾക്ക് ആവശ്യമായ അതായത് എല്ലാ ധാതു ലവണങ്ങളും എല്ലാം അടങ്ങിയ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ, പഴങ്ങൾ, ഫ്രൂട്ട്സ്, പിന്നെ എല്ലാ സാധനങ്ങളും നിങ്ങൾ അവർക്ക് കൃത്യമായിട്ട് കൊടുത്തു. വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ്, എന്നും ഒരേ ഫ്രൂട്ട്സ് മേടിച്ചു വരാതെ പല ടൈപ്പിലെ ഫ്രൂട്ട്സ് കാലത്തിനനുസരിച്ച് ഓരോ ഫ്രൂട്ട്സ് കിട്ടും. അതൊക്കെ അവർക്ക് ടേസ്റ്റിൽ കൊടുത്താൽ അവരുടെ ശരീരത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ന്യൂട്രിയൻസും അവരുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബ്രെയിനിന് മാത്രമല്ല, സ്റ്റൊമക്ക്. വൺ സൈഡ് ഈസ് ബ്രെയിൻ, വൺ സൈഡ് ഈസ് സ്റ്റൊമക്ക്. ഇത് രണ്ടും സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ തിയറിയും യൂസ്ലെസ് ആയി മാറും. സോ അവന്റെ സ്റ്റൊമക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അവന്റെ ബ്രെയിന് പ്രോപ്പറായിട്ട്, ഇത് രണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവന് റെസ്റ്റും ഫുഡും പ്രോപ്പറായിട്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. മേക്ക് ദ കിഡ് പ്രിപ്പയർ ഫോർ ഈച്ച് സബ്ജക്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കണക്ക് താല്പര്യമില്ലാത്ത കുട്ടിയുണ്ടാവും. എന്തുകൊണ്ട് അവന് കണക്കിൽ താല്പര്യമില്ല എന്നൊരു സെഷൻ നിങ്ങൾ നടത്തി നോക്കുക. കാരണം കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കണക്കില്ലാതെ എനിക്ക് നിങ്ങളും ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ സമയം പറഞ്ഞു, ദർ ഇസ് എ മാത്സ് ഇൻ ഇറ്റ്. ഞാൻ 5 മണിക്ക് നമുക്ക് നോമ്പ് തുറക്കാൻ നമുക്ക് ടൈം വരുന്നുണ്ട്. ദർ ഇസ് എ മാത്സ് ഇൻ ഇറ്റ്. അതുപോലെ ഹിസ്റ്ററി താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. അതൊക്കെ ഹിസ്റ്ററി അല്ലേ, ഇനി എനിക്ക് എന്ത് ഹിസ്റ്ററി, അത് കഴിഞ്ഞ കാര്യമല്ല. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ കണക്ക് കൂട്ടി വ്യക്തത വരുന്നത് ഹിസ്റ്ററി വെച്ചിട്ടാണ്. ഇപ്പൊ ഏതാനും കാലങ്ങളിൽ ഓരോന്ന് സംഭവിച്ചു പോകുമ്പോൾ അതിന്റെ റിപ്പീറ്റേഷൻ വരുമോ ഇല്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഹിസ്റ്ററി വെച്ചിട്ടാണ്. സോ ഹൗ യു ക്യാൻ ഫോർഗെറ്റ് ഹിസ്റ്ററി? സോ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റ് ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അവർക്ക് പറഞ്ഞു. നമുക്ക് പലപ്പോഴും പല കണക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് അറിയില്ല എന്തിനാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോ സ്ക്വയർ റൂട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ക്വയർ റൂട്ടൊക്കെ കുട്ടികൾ നന്നായി ചെയ്യും. എന്തിനാണ് സ്ക്വയർ റൂട്ടുകൾ ചെയ്യുന്നത്? ഇറ്റ് ഡസന്റ് നോ. അപ്പൊ സ്ക്വയർ റൂട്ട് പഠിക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ചുറ്റുപാട് അവനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്ത് പഠിക്കും. ഇതാണ് സ്ക്വയർ റൂട്ടിന്റെ പിന്നെ യൂസേജ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് റിയൽ എഡ്യൂക്കേഷൻ. എൻകറേജിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഈവന്റ്. എല്ലാ കളികളിലും എല്ലാ തമാശകളിലും അതുപോലെ പാട്ടിലും അവനോട് പാടാനൊക്കെ പറയും. ആദ്യം 2-3 പാട്ട് അവൻ കേൾക്കട്ടെ, എന്നിട്ട് 2 വാക്ക് വരെ അവനെ കൊണ്ട് പാടിക്കുക. അല്ലെങ്കിൽ 2 വരി കവിത അവനെ കൊണ്ട് എഴുതിക്കുക. ചിലപ്പോൾ കുട്ടിക്ക് നല്ല കവിത എഴുതാൻ പറ്റുന്നുണ്ടാവും. അതിൽ പിന്നെ എഴുത്ത് നന്നായി നന്നായി എഴുതാറുന്ന കുട്ടികൾ അവന്റെ എഴുത്തൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പബ്ലിക്കേഷൻസിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂൾ മാഗസീനിൽ കൊടുക്കുക. ഇതൊക്കെ കഴിവില്ല. ഞാനിപ്പോ ചെയ്താൽ അത് അച്ഛൻ ചീത്ത പറയും, അമ്മ ചീത്ത പറയും. അപ്പൊ കുട്ടിക്ക് പേടിയാണ്. കുട്ടി he wants to do it, but he is not willing to do it because of you. നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റം പറയും. So parenting is one of the important role. We cannot get away from it, and I think I have done with this subject, and thank you very much, my friends. ഇതൊരു 12 സ്ലൈഡിന്റെ സ്ലൈഡ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് ടേക്കൺ മോർ ദാൻ 10-20 മിനിറ്റ് നമ്മൾ എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. യെസ്, അത് വളരെ സന്തോഷം സാർ. കാരണം സാറ് പറഞ്ഞ സമയത്തിലേറെ നമ്മുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് അത്രയും സമയം അധികം എടുത്തു. വളരെ സന്തോഷം സാർ. മറ്റൊരു കാര്യം പാരന്റ്സിനെ അറിയിക്കാനുള്ളത്, നമ്മുടെ നെക്സ്റ്റ് സെഷൻ 13th കമ്മിങ് വെനസ്ഡേ 13th ആണ്. അത് പ്രശസ്ത അക്കാദമീഷ്യനും ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള മിസ്റ്റർ ഹരീഷ് ബാബു സാറാണ്. അപ്പം പാരന്റ്സ് മാക്സിമം പങ്കെടുക്കണം എന്ന് അറിയിക്കുകയാണ്. ഇനി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സജിന മാഡത്തെ ക്ഷണിച്ചുകൊന്നു. നമ്മുടെ മുബാറക് ഇംഗ്ലീഷ് സ്കൂളിന്റെ HM സജിന മാഡം. മാഡം പ്രസന്റ് ആണോ മാഡം? അതെ, കേൾക്കുന്നുണ്ടോ സാറേ? യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ മാഡം. ഹലോ, കേൾക്കുന്നുണ്ട്. നമ്മുടെ പാരന്റ്സ് ഒക്കെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടന്നത്. സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് എന്ന വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്ത മിസ്റ്റർ അമീർ ഷാ പാണ്ടിക്കാട്, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ കുട്ടികളുടെ ലേണിംഗ് പ്രോബ്ലംസിൽ കുട്ടികൾ, ടീച്ചേഴ്സ്, പാരന്റ്സ് എന്നീ ഘടകങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയും, കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈല്, നമ്മുടെ കുട്ടി ഏത് ഗ്രൂപ്പിൽ പെടും,
അതുപോലെ നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് ഈ പാരന്റ്സ് അക്കാഡമിയുടെ പേരിൽ ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ മുബാറക് സ്കൂൾ മാനേജർ നസ്രുദ്ദീൻ സർ, പ്രിൻസിപ്പൽ സർ യാക്കൂബ് സർ, അതുപോലെ എൻ്റെ മറ്റു സഹപ്രവർത്തകർ എന്നിവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. Thank you all. Thank you very much. Nawaz sir, thank you so much. Okay.